എടോ, ജീവിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മളവിടെ ജോലി ചെയ്യുക, ജീവിക്കുക. അല്ലാതെ എന്ന് പറഞ്ഞ് ഏതോ ഒരു പെണ്ണ് വേറെ ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സന്ധ്യയോടും തള്ളയോടും ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാന്നേ ഞാൻ പറയുള്ളൂ. വേറെ ഒന്നുമല്ല, ദുബായിൽ കഴിഞ്ഞ ദിവസം 27 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ ഗൾഫിൽ പോയി 2 വർഷത്തിന് ശേഷം നാട്ടിൽ വന്ന് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കലാന്ന്. അവൾക്കാണെങ്കിൽ എല്ലാ സാധനങ്ങളും മാസാമാസം അയച്ചു കൊടുക്കും. അങ്ങനെ അവൻ വരുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് അവളെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി അങ്ങ് പോയി. എടോ, അത് ഭാഗ്യമാണെന്ന് വെക്കുക. കാരണം കല്യാണം കഴിഞ്ഞിട്ടാണ് ഒളിച്ചോടി പോകുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ കല്യാണം നിശ്ചയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങിച്ച് നൽകാതിരിക്കുക. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ പരമാവധി എങ്ങനെ ഒരു മനുഷ്യനെ ഊറ്റണം, ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം എങ്ങനെ എടുത്ത് വെളിയിലെറിയണം എന്നൊക്കെ അറിയാവുന്ന കുട്ടികളാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇന്നത്തെ തലമുറക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒരു വാശിയോടുകൂടി എടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അപ്പോൾ പോയിട്ട് പിന്നെ വേറെ ഒന്നും നോക്കൂല, കിടി കുടുക്കണ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ആർക്കാ അവിടെ പോയത്? അവിടെ അച്ഛനും അമ്മയ്ക്കാ പോയത്, അല്ലാതെ ആ ഒളിച്ചോടി അതിന് എന്തെങ്കിലും പോയോ? ഒരു ചുക്കും സംഭവിക്കത്തില്ല. അത് പഴയതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കും. അതല്ല വേണ്ടത്. അതിൻ്റെയൊക്കെ മുന്നിൽ പോയിട്ട് പറ്റുമെങ്കിൽ അതൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പോയിട്ട് ഒരു വീടെടുത്തിട്ട് അവിടെ താമസിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ജീവിതം അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കാര്യത്തിന്, അതായത് ഒളിച്ചോടി എന്നുള്ളൊരു പേരും പറഞ്ഞിട്ട് ഇമ്മാതിരി തോന്നിവാസം ചെയ്യുന്നവരോട് എനിക്ക് പുച്ഛം മാത്രമാണ്. കുറേ ടീമുണ്ട് ഇങ്ങനെ ആരോടോ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട്. അതായത് അവളിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കണം, എന്നെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ പറ്റും. ഒരു തേങ്ങാക്കൊലി ഇല്ല അവിടുന്ന്. നീ വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളൊക്കെ അത് സുഖമായിട്ട് ഉപയോഗിച്ചു. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് പിന്നീട് നിന്നെ വേണ്ട വേറെ ഏതോ ഒരുത്തിനെ കണ്ടപ്പോൾ അവൻ്റെ കൂടെ അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഒരു വലിയ മാരണം നമ്മുടെ കഴുത്തിൽ നിന്ന് ഒഴിവായി എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷെ അതല്ല, അവിടെ അമ്മയെ മറന്നു, അച്ഛനെ മറന്നു, അതുപോലെ തന്നെ സഹോദരങ്ങളെ മറന്നു. നമ്മൾ എന്തിനാണ് വിദേശത്ത് പോയിരിക്കുന്നത്? പൈസ ഉണ്ടാക്കാൻ തന്നോ, അതുപോലെ തന്നെ പുതിയ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനുമല്ലേ? അതല്ലേ അവിടെ ചെയ്യേണ്ടത്? അതിന് പകരമായിട്ട് ഇങ്ങനെയുള്ള ചില ഏടാകൂടങ്ങളിൽ പോയിട്ട് ചാടുക. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആരോടും ഒന്നും പറയാതെ പോയിട്ട് റൂമിൽ പോയിട്ട് ജീവിതം അവസാനിപ്പിക്കുക. അതാണ് എന്താ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ്. ഇവർക്ക് കുറച്ചും കൂടി ക്ലാസ്സുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയി മരിക്കാൻ പാടുണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത്, കുറച്ചും കൂടി ഇവർക്ക് ക്ലാസ് കൊടുക്കണം. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിന് കട്ടിയില്ല ഒരാൾക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ എല്ലാം സുഖത്തിൻ്റെ പുറകെ മാത്രമാണ്. അവർക്ക് വൈകാരികമായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ മറ്റവൻ എന്നെ കാത്തിരിക്കുന്നതാണ്, അവനുമായിട്ട് കല്യാണം കഴിക്കേണ്ടതാണ് എന്നുള്ളൊരു വിചാരമോ കാര്യമോ ഒന്നുമില്ല. ഇന്ന് ഏതവനെയാ കണ്ടത് അവൻ്റെ കൂടെ അങ്ങ് പോകും. അതായത് ഒരുത്തനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഫോണിലൂടെ സല്ലപിക്കാനും, ഒരുത്തനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വച്ചുകൊണ്ടിരിക്കാനും, ഇങ്ങനെയാണ് ചില ടീമുകൾ. അത് ഇന്നലെ ഒന്നല്ല, ഇപ്പോഴും കുറേ എണ്ണം ഇങ്ങനെയുണ്ട്. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കും, എവിടെ പോയി കഴിഞ്ഞാലും ഇത് തന്നെയാണെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേ നിങ്ങളെല്ലാവരും ഒരു പക്വതയോടുകൂടി ചിന്തിക്കുക, അവനവൻ്റെ ജോലി ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നല്ല ജീവിതം ജീവിച്ച് കാണിക്കുമല്ലേ വേണ്ടത്. അതിന് പകരമായിട്ട് പോയിട്ട് ഇമ്മാതിരി തോന്നിവാസം കാണിച്ചാൽ ആയിരിക്കും ആ വീട്ടുകാർക്ക് പോയില്ലേ? ഇനി അവരെ എത്രമാത്രം ദുഃഖത്തിൽ, അവരെത്രത്തോളം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇവനൊക്കെ ഗൾഫിൽ അയച്ചിട്ടുണ്ടാവുക. അവരെത്ര പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും ഇവനൊക്കെ വളർത്തിയിട്ടുണ്ടാക്കുക. ഇവനൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു തുണയാകുമെന്ന് വിചാരിച്ചിട്ടല്ലേ അതൊക്കെ അവരൊക്കെ അത് ചെയ്യുന്നത്. അത് നോക്കാതെ ഏതോ ഒരു പെണ്ണിന് വേണ്ടിയിട്ട്, അതായത് ഒരു സ്നേഹവും ഇല്ലാത്തൊരു പെണ്ണിന് വേണ്ടിയിട്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. കുറേ കാലമായിട്ട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥതയോട് പ്രണയിച്ച് അതൊക്കെയാണെങ്കിൽ പിന്നെയും വിചാരിക്കാം ഇവൻ അങ്ങോട്ട് പ്രണയമുണ്ട് എന്നല്ലാതെ അതിന് ഇങ്ങോട്ട് പ്രണയമില്ല. ഇവൻ അങ്ങോട്ട് ഇവളുടെ പ്രണയം എന്താണെന്ന് വെച്ചാൽ അവൻ അവിടുന്ന് അയക്കുന്ന നല്ല നല്ല മൊബൈലുകൾ, നല്ല നല്ല സ്പ്രേകൾ, നല്ല നല്ല സോപ്പുകൾ, നല്ല നല്ല സുഗന്ധങ്ങൾ, പിന്നെ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റുകൾ. ഇതൊക്കെയാണ് അവളുടെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവളുടെ യഥാർത്ഥത്തിലുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ആ ഒരു പ്രണയത്തിലാണ് അവളുള്ളത്. പക്ഷെ ഇവൻ എന്തൊക്കെയോ സാധനം അയച്ചു കൊടുത്ത് അങ്ങനെ പ്രണയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചില പെണ്ണിനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് പിന്നെ ചില ആണുങ്ങളോട് പ്രണയം ഉണ്ടാവില്ല. എന്നാലും എന്തൊക്കെയോ സാധനങ്ങളെ അയച്ചു കൊടുത്ത് അവരെ പ്രണയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രീണിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതൊരിക്കലും ഒരു പ്രണയമൊന്നുമല്ല. അത് സാധനം കിട്ടുമ്പോൾ ആ സന്തോഷം, മോനെ പിന്നെ ചങ്കേ ഉമ്മ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മാത്രം, അല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല.
അത് മാത്രമേ ഉള്ളൂ. ഈ ഗൾഫിലെ പയ്യന്മാരെ സ്നേഹിക്കുന്ന ചില പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഗൾഫിലെ പയ്യന്മാർ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഇപ്പം ചിലൊരു പുച്ഛം തന്നെയാണ്. ഇവറ്റകൾ പോയി കഴിഞ്ഞാൽ 2-3 വർഷം കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരിക. നാട്ടിലുള്ള ഏത് പണിയില്ലാത്തവനായാലും ബേട്ടാപളിയനായാലും കഞ്ചാവ് അടിക്കുന്നവനായാലും MDMA ആയാലും ABCD ആയാലും ഇതൊക്കെ മതി ഇപ്പോഴത്തെ ടീമുകൾക്ക്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. നല്ല അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ചെറുക്കന്മാരെയും ഒരാൾക്കും വേണ്ട. ഇങ്ങനെയുള്ള ഈ പിന്നെ മുടിയും വളർത്തി കുളിക്കാതെ നടക്കുന്ന കുറേ ഉണ്ടല്ലോ, ഒരു പണിയില്ല. ഇവനൊക്കെ ഭക്ഷണം കഴിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെയും അച്ഛൻ്റെയും ചെലവിലായിരിക്കും. ഈ വെറ്റകളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടീമുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ ബെസ്റ്റിയായി, ചങ്ക് പറിച്ചു കൊടുക്കുന്നതായി, ചങ്ക് ഇതാക്കുന്നതായി, എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എന്താവും, അതും അവിടെ കിടന്നിട്ട് കുടൂ നാക്കുവാടുന്ന അത്രയേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് പറയുകയാണ് ഭയങ്കര ബോധമുള്ളവരാണ്, ഭയങ്കരമായിട്ട് വിവരമുള്ളവരാണ്. ഒരു മണ്ണാങ്കട്ടിയല്ലായിരുന്നു ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് പോലും ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ. കാരണം ചില കളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉയ്യൻ്റെ ഭഗവാൻ ഈറ്റുകൾ എവിടുന്നാ വന്നിനിന്ന് വിചാരിക്കുമായിരുന്നു. ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ന്യൂ ഇയർ ആണ്, നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടോർന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റൂലായിരുന്നു. ഇവറ്റകൾ ഇങ്ങനെ പുതിയായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടീമുകൾക്ക് വേണ്ടിയിട്ട് ജീവിതം അവസാനിപ്പിക്കുന്നതിനോട് നിങ്ങൾ മണ്ടന്മാരെന്ന് ഞാൻ പറയുള്ളൂ. അതായത് മണ്ടത്തരമാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ല അതിന്. ഞാൻ പറഞ്ഞല്ലോ, അത്തർ ഉപ്പിയെ മാത്രമാണ് സ്നേഹിക്കുന്നത്. അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ MDMA-കാരനെയാണ്. അല്ലാതെ നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ഒരുത്തനെ പോലും ഇവറ്റകൾക്കൊന്നും വേണ്ട. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ MDMA-കാരനെ അടിച്ച് പിന്നെ കല്യാണം കഴിച്ച രണ്ടുണ്ട് കാര്യം. 2 വർഷം മുമ്പ് 2 വർഷം കൊണ്ട് തന്നെ ഒരു കൊച്ചിനെയും കയ്യിലാക്കിയിട്ട് അവർക്ക് അങ്ങ് പിരിഞ്ഞ് വരികയും ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പിന്നെ പോറ്റാനുള്ള നെട്ടോട്ടമാണ്. അതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഡിവോഴ്സ് കേസുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങളൊക്കെ ഒരു പെണ്ണിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെണ്ണാണിന് വേണ്ടിയിട്ടോ ഇങ്ങനെ ജീവിതം നശിപ്പിക്കരുത്. അതായത് ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടൊന്നുമില്ല. അത്തർ കുപ്പിയെയും ചോക്ലേറ്റിനെയും മാത്രമാണ് സ്നേഹിച്ചത്. വിദേശത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ഞാൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞത് വേറെ എവിടുന്നും അല്ല കേട്ടോ. നമ്മുടെ അഷ്റഫ് താമരശ്ശേരി എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനുണ്ട്. അയാളുടെ ഒരുപാട് മൃതദേഹങ്ങൾ അയാൾ കയറ്റി അയക്കുന്നതാണ്. ഓരോ ദിവസവും അയാൾ ഒരുപാട് മൃതദേഹങ്ങൾ. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു കുറിപ്പാണ്, 27 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ നാട്ടിലുള്ള കല്യാണം കഴിക്കാൻ വേണ്ടി വെച്ച പെണ്ണ് ആരുടെയോ കൂടിയോ ഒളിച്ചോടി പോയപ്പോഴേ അത് താങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ താങ്ങാൻ കഴിയാതുകൊണ്ട് അവൻ മരിച്ചത് എന്നാണ് പറയുന്നത്. അവൻ്റെ മാനസികാവസ്ഥ ഇപ്പം നമുക്കാർക്കും അറിയില്ല, അവന് മാത്രമേ അറിയുള്ളൂ. എന്നാലും ഇനി അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറയുന്നത്. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ തോന്നുമ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് കാണുക. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കും. കാരണം നിങ്ങളെ മണ്ണാങ്കട്ട ഒന്നും സ്നേഹിച്ചിട്ടില്ല അത് ആ പെണ്ണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി കല്യാണം കഴിഞ്ഞിട്ടായാലും ഒളിച്ചോടും ഇങ്ങനെയുള്ള ടീമുകൾ. അതുകൊണ്ട് അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഭഗവാനോട് നന്ദി പറയാൻ വേണ്ടത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗൾഫിലേക്ക് പോയി ഇവിടുന്ന് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളയച്ച പൈസ മുഴുവൻ എന്ന് പറഞ്ഞാൽ കാമുകൻ അയച്ചു കൊടുക്കുന്നു, കാമുകൻ എടുത്തു കൊടുക്കുന്നു, അവർ തമ്മിൽ അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകളില്ലേ? അതിൽ നിന്നൊക്കെ ഒരു മോചനമായി എന്ന് വിചാരിച്ചാൽ പോരെ. എന്തിനാ ഇതിനൊക്കെ വേണ്ടിയിട്ട് പോയിട്ട് മരിക്കുന്നത്? അങ്ങനത്തെ ടീമിനോട് എനിക്ക് പുച്ഛമാണ്. നന്ദി, നമസ്കാരം. ഒന്ന് ഹൈപ്പ് ചെയ്ത് കളാം, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കളാം. ആർക്കും ഉപകാരപ്പെടട്ടെ.